الحمد لله الملك الجواد حمدا وافيا دائما أبدا الآباد والصلاة والسلام على سيدنا محمد خير العباد وعلى آله خير العباد وعلى صحابته خير الزهاد وعلى الطباع لهم بخير ورشاد اللهم صل وسلم عليه وعلى آله وصحبه ما دامت العباد والبلاد أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين صدق الله العلي العظيم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي سالم دائما أبدا على حبيبك خير الخلق كلهم ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ ഈ യുദ്ധം അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് 6-ാമത്തെ ആയത്താണ്. നേരത്തെ പറഞ്ഞു വച്ചു അലിഫ് ലാം മീം എന്ന് തുടങ്ങി തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം, അല്ലാഹുവിന്റെ യുക്തിഭദ്രമായ ഗ്രന്ഥമാണിത്. ഹുദം വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളായ ആളുകൾക്ക് അത് സന്മാർഗമാണ്, കാരുണ്യവുമാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വ യുതൂന സകാത വഹും ബിൽ ആഖിറതി ഹും യുഖിനൂൻ. ആരാണ് മുഹ്സിനീങ്ങൾ? അവർ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നു, അത് നിലനിർത്തുന്നു, സകാത്തുകൾ അതിൻ്റെതായ രീതിയിൽ കൊടുത്തു വിടുന്നു, ആഖിറത്തെ കുറിച്ച് ബോധവും അവർക്കുണ്ട്. അങ്ങനെയുള്ളവരാണ് മുഹ്സിനീങ്ങൾ. വമിനൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയുള്ള ആളുകൾ അവരാണ് വിജയികൾ, അവർ അല്ലാഹുവിന്റെ സന്മാർഗത്തിലാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെച്ചതിന് ശേഷം ഇതിന്റെ നേരെ വിപരീതം ചെയ്യുന്നവരൊക്കെ പരാജിതരാണ് എന്ന് പഠിപ്പിക്കുകയാണ്. നിസ്കാരം മാത്രം നിലനിർത്തിയാൽ പോരാ, സക്കാത്ത് കൊടുത്താൽ പോരാ, ആഖിറം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നു വമിനൻ നാസ്, ജനങ്ങളിൽപ്പെട്ട ആളുകളാണ് മൻ, ചില ആളുകൾ, യശ്തരി ലഹ്വൽ ഹദീസ്, അവർ വിനോദങ്ങൾ അതല്ലെങ്കിൽ ചില വർത്തമാനങ്ങൾ, വിനോദ വർത്തമാനങ്ങൾ, അതൊക്കെ വാങ്ങുന്ന ആളുകളാണ്. ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം അവർ വാങ്ങുന്നത്. ബിഗൈരി ഇൽമിൻ, യാതൊരു ബോധവുമില്ലാതെ, അറിവുമില്ലാതെ. വയത്തഖിദഹാ ഹുസ്വ, ഖുർആനെ പരിഹസിക്കാൻ വേണ്ടിയുമാണ്. ഉലൈക ലഹും അദാബുൻ മുഹീൻ, അവർക്ക് അല്ലാഹു പരിഹാസ്യമായ അപമാനകരമായ ശിക്ഷ നാളെയുടെ ലോകത്ത് കൊടുക്കും എന്ന് അല്ലാഹു പറയുകയാണ്. വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. അത് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണമെന്നും അതൊരിക്കലും തന്നെ വിനോദങ്ങൾക്ക് വഴിവെച്ച് നമ്മുടെ ജീവിതം കളിയും തമാശയും നിറഞ്ഞതായി ജീവിച്ച് ഒരു ലക്ഷ്യബോധമില്ലാത്തവനെ പോലെ ഈ ഭൂമി ലോകത്ത് ജീവിച്ച് മരിച്ചു പോകേണ്ടവനല്ല നീ എന്നുമാണ് ഈ ആയത്തിന്റെ ആകത്തുകയായി നമ്മോട് പറയുന്നത്. മനുഷ്യൻ ഇവിടെ ലക്ഷ്യമുണ്ട്.
ആ ലക്ഷ്യബോധത്തിലേക്ക് നിരന്തരം ബോധപൂർവമുള്ള സഞ്ചാരം നടത്തേണ്ടവനാണ് മനുഷ്യൻ. അള്ളാഹു അതിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പടച്ചറപ്പ് ആ ബോധത്തോടെ ജീവിച്ച് മരിച്ചു പോകാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം മക്കയിലെ ഖുറൈശികളിൽ പ്രമുഖനായിരുന്ന നദർ ബിനു ഹാരിസ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും പൂർവകാലത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി ജനങ്ങൾക്ക് അവതരിപ്പിക്കുകയും ജനങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ജനങ്ങൾക്കൊക്കെ വലിയ അത്ഭുതം. അവരതൊക്കെ സ്വീകരിക്കുന്നു, അവരാശ്ചര്യപ്പെടുന്നു. അവരാ ഖുർആനിന്റെ വ്യക്തതയും ഖുർആനിന്റെ സത്യവും അവർ മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു. ജനങ്ങൾ ഒരുപാട് അടുക്കുന്നു. ഈ ഒരു സാഹചര്യം നിലനിന്നപ്പോ ഖുറൈശികളിൽ നദർ ബിൻ ഹാരിസ് അദ്ദേഹം യാത്രയൊക്കെ പോകുന്നയാളാണ്. അദ്ദേഹം അവിടെ നിന്ന് പേർഷ്യയിലേക്ക് സഞ്ചരിക്കുകയും പേർഷ്യൻ രാജാക്കന്മാർ റുസ്തുമിനെ പോലെയുള്ള ആളുകളുടെ വലിയ വലിയ സംഭവങ്ങൾ, മക്കക്കാർ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്തു. നാട്ടിലിങ്ങനെ വന്നിട്ട് നമ്മുടെ നാട്ടിൽ നടക്കാത്ത കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ പുറം നാടുകളിൽ പോയി നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത സംഭവങ്ങളൊക്കെ പറയുമ്പോൾ കുറെ ആളുകളുണ്ടാവുമല്ലോ കേൾക്കാൻ. ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ അവിടെ പോയ ആളാണ് എന്നൊക്കെ പറയുമ്പോൾ 4 ആളുണ്ടാവുമല്ലോ. ഇങ്ങനെ ഈ നദർ ബിൻ ഹാരിസ ചെയ്ത സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ ഒരു താക്കീത് കൊടുക്കുന്നത്. വമിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ട്, മൻ യശ്തരി ലഹ്വൽ ഹദീസ്, അവർ വിനോദ വർത്തമാനങ്ങൾ വാങ്ങുകയാണ്, കാശ് കൊടുത്ത് വാങ്ങുകയാണ്. കുറെ സഞ്ചരിച്ച് അവിടെ ഇവിടെയൊക്കെ പോയി കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവർ ചെയ്യുന്നത് ലിയുദില്ല അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴികേടിലാക്കാൻ വേണ്ടിയാണ്. ഈ വിഡ്ഢിത്ത കഥകളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ബിഗൈരി ഇൽമിൻ, അവരറിയുന്നില്ല അവർ ചെയ്യുന്നതിന്റെ ആഘാതം എത്രയാണ് എന്ന്. വയത്തസിദഹാ ഹുസ്വ, മാത്രമല്ല വയത്തസിദഹാ ഹുസ്വ, അവർ ഖുർആനെ പരിഹസിക്കുക കൂടി ചെയ്യുകയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ദൂതനാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും കുറെയൊക്കെ അറിയാം, ഞങ്ങൾക്കും ഇതേപോലെ നിങ്ങൾക്ക് അറിയാത്ത കാര്യം അറിയാം എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നവരാണ്. ആ പരിഹാസത്തിന് അല്ലാഹു നാളെ കൊടുക്കുന്നത് ഉലൈക ലഹും അദാബുൻ മുബീൻ, നാളെയുടെ ലോകത്ത് നിങ്ങൾ വരുമ്പോൾ അപമാനകരമായ ശിക്ഷ നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. ലഹ്വുൽ ഹദീസ്, എന്താണ് ലഹ്വുൽ ഹദീസ്? ഇതാണ് ഇന്നത്തെ ചർച്ച. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ തഫ്സീറിന്റെ മുഫസ്സിരീങ്ങൾ, പ്രമുഖരായ വ്യാഖ്യാതാക്കൾ ലഹ്വുൽ ഹദീസ്, എന്താണ് ഈ വിനോദ വർത്തമാനങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് സംഗീതമാണ്. സംഗീതത്തിനനുസരിച്ച് ഇങ്ങനെ തുള്ളുന്ന ആളുകൾ. അശ്ലീല കഥകളാണ്, അശ്ലീല വർത്തമാനങ്ങളും കഥകളും, ഇതാണ് ലഹ്വുൽ ഹദീസ്. അതനുസരിച്ച് ജീവിക്കുന്നവർ. മറ്റൊരു അഭിപ്രായം അനാവശ്യമായ തമാശകൾ. തമാശയുടെ ഒക്കെ കാര്യം നമുക്ക് പറയാം. അനാവശ്യമായ തമാശകൾ, അതിനനുസരിച്ച് താളം കൊള്ളുന്നവർ. മറ്റൊന്ന് പരദൂഷണം പറയുന്നവർ. ഇങ്ങനെ 4 വ്യാഖ്യാനങ്ങളാണ് ഇതിന് പ്രത്യേകമായും നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ ക്വാളിറ്റി എന്താ? അവർ അള്ളാന്റെ വഴിയിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ടാവും. സംഗീതമായി നടക്കുന്ന ആളുകൾ, അല്ലെ, വിനോദങ്ങളുമായി നടക്കുന്ന ആളുകൾ, അവർ നിസ്കരിക്കണം എന്ന ബോധം ഉണ്ടാവും. അവർക്ക് ഇങ്ങനെ ഈ പ്രഭാഷണം നടക്കുമ്പോഴോ വന്നിരിക്കണം എന്ന് ബോധം ഉണ്ടാവോ? അവർക്ക് റമദാനായി എന്നുള്ള ബോധം ഉണ്ടാവോ? ഇല്ല. എന്താ കാരണം? അവര് നേരെ അവരവരുടെ വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇതിൽ നിന്ന് ആധുനികമായ ചില ഉദാഹരണങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടേക്ക് പറയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ വിനോദങ്ങളെ ഒരിക്കലും ഇസ്ലാം പാടെ ആക്ഷേപിക്കുന്നില്ല, എതിർക്കുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിന്റെ ടെൻഷനുകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ആ ജീവിതം ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊന്ന് റിലാക്സ് ചെയ്യാൻ, ഒന്ന് ആസ്വദിക്കാൻ
ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് പല ആളുകൾക്കും പല വിനോദങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. എന്നാൽ അതിനൊക്കെ ഇസ്ലാം വെച്ച പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാനോ അതൊക്കെ ഇസ്ലാമാണ് എന്ന് പറയാനോ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് പ്രിയമുള്ള ആളുകളാണ്, അല്ലെ? ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാവരുടെയും ഒരു വിരലൊന്നിങ്ങനെ അനങ്ങിപ്പോകും. സ്വാഭാവികമാണ്. കാരണം മനുഷ്യന്റെ ജീൻ തന്നെ അതൊരു താളാത്മകമായിട്ടാണ്. അതുകൊണ്ട് അറിയാതെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ദഫ് കൊട്ടാൻ അറിയുന്ന ആളൊന്നുമല്ല, വീണ വായിക്കാൻ അറിയുന്ന ആളൊന്നുമല്ല, പുല്ലാങ്കുഴല് ഉപയോഗിക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല. എന്നാലും ഇങ്ങനെ കൈ അല്ലെ മെല്ലെ മെല്ലെ ഇങ്ങനെ വരും. അതെന്താ? അത് സംഗീതത്തോട് മനുഷ്യൻ അത്രമാത്രം അഡിക്റ്റഡ് ആണ്, കണക്റ്റഡ് ആണ് എന്നാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലായിടങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം സംഗീതത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അത് മാറ്റി നിർത്തേണ്ടതാണ്. ഉള്ളത് സംഗീതം അത് ഹറാമാണ് എന്നാണ്. സംഗീതം ഹറാമാണ്. എന്തുകൊണ്ട്? ഈ സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, സംഗീതവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അവന് അല്ലാഹ് എന്ന ചിന്തയുണ്ടാവുകയില്ല. ഇത് തന്നെയാണ് പ്രശ്നം. സംഗീതവുമായി നടക്കുന്ന മനുഷ്യൻ സംഗീതത്തിൽ ലയിച്ച് അവന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹ് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പാടെ മറഞ്ഞു പോവുകയും പടച്ച റബ്ബിന്റെ ലക്ഷ്യത്തിൽ നിന്ന് അവൻ വ്യതിചലിക്കുകയും ചെയ്യുമെന്നത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, സംഗീതങ്ങൾ മനുഷ്യന്റെ വികലമായ വികാരങ്ങളെ അതെല്ലാം ഊതി വീർപ്പിക്കാൻ തുനിയുന്ന ഏറ്റവും വലിയ ഒരു വിപത്താണ് സംഗീതം എന്ന് പറയുന്നത്. നിശാ ക്ലബുകളിലും മറ്റുമൊക്കെ പങ്കെടുത്ത് പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ, സംഗീതത്തിന്റെ പിറകെ ഓടുന്നവർ, അവർ അതിലൂടെ പിന്നീട് പല വിധത്തിലുള്ള സെക്സ് റാക്കറ്റുകളിലേക്കും എത്തുന്നതിന്റെ ചരിത്രവും വർത്തമാനവും നമുക്കിവിടെ പത്രങ്ങളിലൂടെയൊക്കെ ദിനം പ്രതി വായിക്കാൻ കഴിയുന്നു. പല സംഗീതജ്ഞരുടെയും ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ ബ്ലാക്ക് ആണ്, വളരെ ഡിമ്മായി കിടക്കുകയാണ്. അവർക്ക് അവരുടെ സംഗീതത്തിൽ അവർ കുലപതികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും, പുറമെ അവർ വലിയ ആളുകളായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളറകളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവർ സീറോയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറയുന്നത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതാണ് ലഹുൽ ഹദീസ്. സംഗീതം അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്, മാറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുമ്പോൾ പാട്ട് പാടാൻ പാടില്ല എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. കവിത എഴുതാൻ പാടില്ല എന്നല്ല, ദഫ് കൊട്ടാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. സംഗീതം എന്ന് പറഞ്ഞാൽ തൊറവുണ്ടാക്കുന്ന, മനുഷ്യനെ മറ്റൊരു മതോന്മത്തനാക്കി മാറ്റുന്ന, മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്ന ചില വാദ്യോപകരണങ്ങളുണ്ട്. ആ വാദ്യോപകരണങ്ങളിലൂടെയുള്ള എല്ലാവിധ ആസ്വാദനങ്ങളും ഇസ്ലാം നിഷേധിക്കുകയാണ്. നിങ്ങൾ അതെടുക്കരുതെന്ന് പറയുകയാണ്. എന്നാൽ മനുഷ്യന് വേണ്ട വിനോദങ്ങൾ, കഥ പറയാൻ, കവിത എഴുതാൻ, പാട്ടുപാടാൻ, ഇതൊക്കെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അവിടുത്തെ മദീനത്തെ പള്ളിയിൽ തന്നെ മിമ്പർ കെട്ടിക്കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങൾ അടക്കമുള്ള, ഇബ്നു അഖ്വ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അൻഷദ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് സഹാബത്തെ കിറാമിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംവിധാനം ഏർപ്പെടുത്തി കൊടുത്തു. അവർ ഹബീബായ തങ്ങളെ മദ്ഹ് പാടിയിട്ടുണ്ട്. അപ്പൊ മദ്ഹ് പാട്ടുകൾ പാടാം. കാരണം അതെന്തല്ല, ലഹുൽ ഹദീസാണ് ഇവിടെ അല്ലാഹു തആല ആക്ഷേപിക്കുന്നത്. അവർക്കാണ് മോശമായ ശിക്ഷയുണ്ട്, പരിഹാസ്യമായ ശിക്ഷയുണ്ട് എന്ന് പറയുന്നത്. ലഹുൽ ഹദീസ് നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന വാദ്യോപകരണങ്ങൾ കേൾക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. അതല്ലാത്തതിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിർത്തിട്ടില്ല. ഹബീബായ തങ്ങൾ തന്നെ പാട്ടുപാടിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖന്ദഖ്
ഫഇദനിൽ മുഹാജിറൂന വൽ അൻസാറു യഹ്ലിഫൂന ഫീ ഗദാത്തിൻ ബാരിദാ. ഖന്തഖിന്റെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ അതിശൈത്യമായിരുന്നു, കൊടും തണുപ്പായിരുന്നു. അന്ന് പ്രഭാത സമയത്ത് അവരാ കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അവർ വലിയ പ്രയാസമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രയാസപ്പെട്ട സഹാബികളെ കണ്ടപ്പോ അവരെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഈ പട്ടിണി പാവങ്ങളായ സഹാബികളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ആവേശം പകരാൻ വേണ്ടി അവിടെ നിന്നൊരു പാട്ടുപാടി. ഇന്നൽ ഐശ ഐശുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. പടച്ച റബ്ബേ, ആഖിറമാണല്ലോ നമ്മുടെ ലക്ഷ്യം. ആഖിറമാണ് ദുനിയാവല്ലല്ലോ ലക്ഷ്യം. ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണല്ലോ ഇവർ. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അതുകൊണ്ട് മുഹാജിരീങ്ങളായ അൻസാരികളായ ഖന്തഖ് യുദ്ധത്തിന്റെ കിടങ്ങ് കൊടിച്ചുകൊണ്ടിരിക്കുന്ന അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഈ പാവങ്ങളായ മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ ഈ പാട്ട് പാടിയപ്പോൾ സഹാബികൾക്ക് ആവേശമായി. അവരും പാട്ടുപാടി പാട്ടിലൂടെ മറുപടി കൊടുക്കുകയാണ്. നഹ്നുല്ലദീന ബയഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. നബിയേ, അങ്ങയോട് ബൈഅത്ത് ചെയ്തവരാണല്ലോ ഞങ്ങൾ. അങ്ങെന്ത് പറഞ്ഞാലും അത് ശിരസാ വഹിക്കാൻ ഏറ്റെടുക്കാൻ ബന്ധപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാലും അത് പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടിയിലൂടെ പാട്ട് പാടുകയാണ്. അപ്പൊ പാട്ട് പാടുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എന്താവാൻ പാടില്ല? അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന പാട്ടാവാൻ പാടില്ല. വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, പക്ഷെ അവിടെ ദഫ് ഉപയോഗിക്കാം. നമ്മുടെ മാപ്പിളക്കല എന്ന് പറഞ്ഞ് കുറെ പുറത്തിറങ്ങുന്ന സാധനങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റൂല. കോൽക്കളിയൊക്കെ ഉണ്ടാവും, നബിദിനവും കോൽക്കളിയും തന്നെ കണ്ടിരുന്നുകൊണ്ട് പറ്റൂല. കോൽക്കളി കളിക്കാൻ പറ്റൂല. എന്തെന്നെ ഏത് വിധത്തിൽ അതിന്റെ ഹക്ക് പറഞ്ഞാലും അവസാനം കറാഹത്ത് എന്നെങ്കിലും വരും. കറാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെടാത്തതെന്നാ. റസൂലുള്ളാഹിന്റെ മഹബത്ത് പറഞ്ഞിട്ട് കോൽക്കളിക്കല റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ മാപ്പിള കല എന്നൊക്കെ നമ്മൾ കാണും. മാപ്പിള കല സാഹിത്യവേദിയിലൊക്കെ അതിന് വലിയ സ്ഥാനമൊക്കെ ഉണ്ടാവും. സ്കൂളുകളിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാകും, അതിന്റെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് വിചാരിച്ച് എല്ലാം മാപ്പിള എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് ചേർത്ത് വെക്കാനുള്ളതല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതൊക്കെയുണ്ടോ അതെല്ലാം മാറ്റി നിർത്താനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നാൽ ചില സാഹചര്യങ്ങളിലൊക്കെ ദഫ് മുട്ടിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിലേക്ക് തങ്ങൾ വന്നപ്പോൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. അപ്പോൾ അങ്ങനെയുള്ള ദഫുകൾ പറ്റും. ഒരിക്കൽ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവി പറയുന്നു, എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നത് ഒരു പെരുന്നാളിന്റെ ദിവസമാണ്. അന്നത്തെ ദിവസം എന്റെ അടുക്കൽ ചെറിയ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് പാട്ടുപാടുകയാണ്. മിൻ ജവാരിൽ അൻസാരി തുമന്നിയാൻ, നല്ല പാട്ടിങ്ങനെ പാടുന്നുണ്ട്. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാകുന്ന എന്റെ വാപ്പ ദേഷ്യത്തോടെ പറഞ്ഞു, അമസാമീറു ശൈത്താൻ, ഈ ശൈത്താന്റെ ഒരു പുല്ലാങ്കുഴൽ ഊത്ത് എന്ന് പറഞ്ഞു. എന്ത് മോശമായ പരിപാടിയാണ് ചെയ്യുന്ന, റസൂലുള്ളാഹിനെ വിളിച്ച് പാട്ടിങ്ങനെ പാട് എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരെ വിട്ടേക്ക്, ചെറിയ കുഞ്ഞുങ്ങളല്ലേ, പാടട്ടെ അവർ. യാ അബൂബക്കർ ഇന്ന ലികുല്ലി ഖൗമിൻ ഈദാ,
എല്ലാവർക്കും പെരുന്നാളുണ്ട്, എല്ലാവർക്കും ആഘോഷമുണ്ട്. ഇത് നമ്മുടെ പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ദിവസം അതവർ ഉപയോഗിച്ചോട്ടെ, പ്രശ്നമില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ദഫ്ഫുകളാവാം ലിയുദില്ലൻ സബീല അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ഹദീസുകളും നമുക്ക് അനുമതി തരുന്നുണ്ട്. അത് പഠിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. കവിതയും പാട്ടും നമുക്ക് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് നിബന്ധനയുണ്ട്. എന്തായിരിക്കണം? നിഷിദ്ധമായ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിഷിദ്ധമായും അനാവശ്യവുമായ പദപ്രയോഗങ്ങളിൽ അതിൽ പാടില്ല. ബാധ്യതകൾ നിർവഹിക്കാൻ മറന്ന് നിസ്കാരമൊക്കെ കഥാക്കിക്കൊണ്ട് ഏത് പാട്ടും കൂത്തിന്റെയും പിന്നാലെ പോവാൻ പാടില്ല. ജീവിതത്തിൽ ദൈനംദിനമായി ചര്യയായി അതുകൊണ്ട് നടക്കാൻ പാടില്ല. സ്ത്രീകളുടെ ശബ്ദം എടുക്കാൻ പാടില്ല. സ്ത്രീകളുടെ ശാരീരികമായ അംഗലാവണ്യങ്ങൾ, നിന്നോന്നതികൾ ഇതൊക്കെ പ്രദർശിപ്പിച്ച് അതല്ലെങ്കിൽ അതേക്കുറിച്ച് വിവരണം ചെയ്തുകൊണ്ടുള്ള പാട്ടുകളും കവിതകളും ആവാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങി പല നിബന്ധനകളും ഉണ്ട്. ആ വിധത്തിലെ പാട്ട് പാടുകയാണെങ്കിൽ പോലും പാട്ടുപാടാൻ അനുവദിക്കുകയുള്ളൂ. അതല്ലാത്ത വർണ്ണനകളും പാട്ടുകളുമെല്ലാം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മനുഷ്യനെ വഴുതി മാറ്റും, അവനെ പിശാചിന്റെ വഴിയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് അതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാടെ നിഷേധിച്ചത്. അവിടുന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇനി ഒരു സമൂഹം ഇവിടെ വരാനുണ്ട്. ലിയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമൻ, ഒരു വിഭാഗം ആളുകൾ ഇവിടെ വരാനുണ്ട്. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, അവര് വ്യഭിചാരം ഹലാലാണ് എന്ന് പറയും. സംഗീതോപകരണങ്ങൾ അതെന്താ ഉസ്താദേ കുഴപ്പമില്ല, അത് നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക് അല്ലേ എന്ന് പറയും. പുരുഷന്മാർ പട്ട് ധരിക്കും, അതിനെ ഹലാലാക്കും. മദ്യപാനം അവർ ഹലാലാക്കാൻ വേണ്ടി മദ്യത്തിന് പല പേരുകളും പറഞ്ഞുകൊണ്ട് അവർ അത് ഉപയോഗിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്നിപ്പോ എല്ലാത്തിന്റെ പിന്നിൽ ഹലാൽ സ്റ്റിക്കർ അടിച്ചു കൊടുത്താൽ എല്ലാം ഹലാല. ഹലാൽ സംഗീതം അടിച്ചു യൂട്യൂബിൽ കിട്ടും. ഹലാൽ സംഗീതം കേൾക്കണ്ടോ, ഹറാമാണത്. അത് ഹലാലല്ല. എല്ലാറ്റിനും ഹലാൽ എന്ന് കൊടുക്കാൻ. ഹലാൽ എന്ന് വെച്ചാൽ പിന്നെ എല്ലാം ഹലാൽ എന്നുള്ള ബോർഡ് ഉണ്ടായാലും എല്ലാം ഹലാൽ. ഇപ്പൊ സൂഫി സംഗീതം എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം തുടങ്ങിയിട്ടുണ്ട്. സൂഫി സംഗീതം ആരൊക്കെയോ അല്ലാഹു ആക്കുകയാണ്, സൃഷ്ടികളെ അല്ലാഹു ആക്കുകയാണ്. പടച്ച തമ്പുരാനേ, നഊദുബില്ലാഹ്. അത്തരം സൂഫി സംഗീതങ്ങൾ, അങ്ങനെ ഒരു പ്രത്യേക സംഗീതമൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ മുഴുവനും പാലിച്ചാണോ സൂഫി സംഗീതം എന്ന് പേരുണ്ടോ ഇല്ലാതിരിക്കട്ടെ, സ്വീകരിക്കാം. ഈ മാനദണ്ഡം പാലിക്കുന്നില്ലേ, ഹറാമുകൾ കലർന്നതാണോ സൂഫി എന്നല്ല. ഇനി ഖുർആൻ സംഗീതം എന്ന് പേരിട്ടിട്ടും കാര്യമില്ല, ഹലാൽ സംഗീതം എന്ന് പേരിട്ടിട്ടും കാര്യമില്ല. ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്ന് സൂചിപ്പിക്കട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, സൗതാനി മൽഊനാനി സൗതു മസാമീരി മിൻ നിഅമത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞ കാര്യമാണ്. രണ്ട് ശബ്ദങ്ങൾ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അതിലൊരു ശബ്ദം ഏതാണെന്നറിയോ? സൗതു മസാമീരി മിൻ നിഅമത്തിൻ. അല്ലാഹു തആല നമുക്ക് നിഅമത്ത് തരുന്ന അവസരത്തിൽ നാം കാണിക്കുന്ന കോപ്രായ തരങ്ങൾ, വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുന്നതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ കല്യാണം നടക്കുമ്പോഴുള്ള ഗാനമേളയും പേക്കൂത്തുമാണ് നടത്തിയിട്ട് പച്ച മലയാളം അവിടെ പറഞ്ഞത്. ഞാൻ കേട്ടില്ല എന്നൊന്നും പറയാം.
കല്യാണങ്ങളിൽ തോന്നിവാസങ്ങൾ, പാട്ടുകൾ, ആർഭാടങ്ങൾ, ഗാനമേളകൾ, എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാനാണല്ലോ നിങ്ങൾ കൊടുന്ന് എന്നെ ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പലർക്കും ഇഷ്ടപ്പെടൂല. ഇഷ്ടപ്പെടുന്നത് മാത്രം പറയണം എന്ന് നമ്മൾക്കില്ലല്ലോ. ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മാറുന്നത് വരെ നമ്മളെ പറയൽ ഉത്തരവാദിത്തമാണ്. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ട് 6 ആളല്ലേ വന്നത്. നാളെ ആഖിറത്തിൽ അല്ലാഹു വിളിച്ചിട്ട് നമുക്ക് നിന്നെ എത്ര വർഷമാണ് അവിടെ കൊണ്ടുപോയിട്ടത് എന്ന് ചോദിക്കൂലേ? എന്ത് മറുപടിയാ നമുക്ക് പറയാൻ കഴിയാ? അതുകൊണ്ട് പറയുകയല്ലാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ കല്യാണങ്ങൾക്ക് ചെറുപ്പക്കാര് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അള്ളാഹ് തന്ന ഏറ്റവും നല്ല ഒരു നിമിഷമാണ് കല്യാണം. ആ കല്യാണത്തിന്റെ തലേന്ന് രാത്രിയിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങളുണ്ടല്ലോ, ആ തോന്നിവാസം അള്ളാഹ് ശപിച്ച ശബ്ദമാണ് എന്ന് മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹ് നിഅമത്ത് തന്നിട്ട് ആ നിഅമത്ത് ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ശബ്ദങ്ങൾ ഉണ്ടാക്കുക. ഇതന്നെയാണ് കല്യാണത്തിന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പച്ച കല്യാണം, മഞ്ഞ കല്യാണം, വെളുത്ത കല്യാണം, അങ്ങനെ തുടങ്ങിയിട്ട് എത്ര കളറുണ്ട്. 24 ദിവസം കല്യാണമാവാത്തത്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീനൊക്കെ പറയാൻ എല്ലാവരും ഉഷാറാ. സ്വന്തം വീട്ടിൽ വരുമ്പോ എല്ലാവരും ഉൾവലിയ ആമീൻ പറയാനൊക്കെ ഉഷാറാണ്. ഉസ്താദ് പറഞ്ഞില്ലെങ്കിലും പറയാൻ ഉഷാറുണ്ട്. ഉസ്താദ് എന്തിയാ ഇതിനെ കുറിച്ചൊന്നും പറയാൻ എന്ന് ചോദിക്കാനും ഉഷാറുണ്ട്. പക്ഷെ അവനവന്റെ ഫാമിലിയിൽ വരുമ്പോ പ്രശ്നമാണ്. ഇതാണ് ഇപ്പോഴുള്ള വിഷയം. തിരുത്തണം. അല്ലാഹു തആല ഈ ക്ലാസ്സുകളെ കൊണ്ട് നമ്മൾ പറയുന്നത് ഇഖ്ലാസോട് കൂടെയാണ്. അല്ലാഹു തആല തിരുത്താൻ നമുക്ക് നല്ല ബോധം നൽകുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ ദുആ സ്വീകരിക്കുമാറാവട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. എന്തുകൊണ്ടാണ് ഇത് കേൾക്കാൻ പാടില്ലാത്തത് എന്ന് ഖുർആൻ പറഞ്ഞത്? അള്ളാന്റെ വഴിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്നു എന്നതാണ്. ശൈത്താന്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഒരു വഴിയിലൂടെ പോകുമ്പോൾ നാഫി റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു ശബ്ദം കേട്ടപ്പോൾ മാനവர்கள் കാതുകുത്തുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശബ്ദം കേൾക്കുന്നോ എന്ന് നാഫി തങ്ങളോട് ചോദിച്ചു. ഇല്ല, ഇപ്പോൾ ഒരു അപശബ്ദവുമില്ല എന്ന് പറഞ്ഞപ്പോൾ കൈയെടുത്തു. എന്തി അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചപ്പോ, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലൂടെ ഒരിക്കൽ തങ്ങളുമായി ചേർന്ന് യാത്ര പോകുമ്പോൾ സഹയാത്രികനാണ്. ഫസമിഅ മിസ്ല ഹാദാ ഫസനഅ മിസ്ല ഹാദാ. തങ്ങൾ അന്നേരം ഇതുപോലെയാണ് കാണിച്ചത്. ഒരു പുല്ലാങ്കുഴലിന്റെ ശബ്ദം കേട്ടപ്പോ കാത് പൊത്തിയിട്ടാണ് ആ സദസ്സ് വിട്ട് കടന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാൻ, ശൈത്താനിൽ നിന്നാണ് ഏത് സംഗീതത്തിന്റെ തുടക്കം. അതിന്റെ അന്ത്യമോ അല്ലാഹുവിന്റെ കോപത്തിൽ കലാശിക്കുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അങ്ങനെ തന്നെയല്ലേ സംഗീതത്തിൽ ഇങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപത്തിലേക്ക് വഴി തിരിയും. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. എത്രത്തോളം എന്നാൽ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നമ്മൾക്കൊക്കെ ഒരു ഉത്തരവാദിത്വമുണ്ട്. തങ്ങൾ പറയാണ്, ഇൻകാന ഫിൽ വലീമത്തി ലഹുൻ, ഇൻകാന ഫിൽ വലീമത്തി ലഹുൻ. ഏതെങ്കിലും ഒരു വലീമത്തിൽ നിങ്ങളെ ക്ഷണിക്കപ്പെട്ട കല്യാണ പാർട്ടിയിൽ ഇതുപോലെയുള്ള കോപ്രായത്തരങ്ങൾ വല്ലതും ഉണ്ട് എങ്കിൽ ഫലാ ദഅവത ലഹും, അവിടേക്ക് നിങ്ങൾ പോകരുത് എന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഇനി പോയാൽ അതേക്കുറിച്ച് പറയാം. അല്ല, നമുക്ക് നടക്കൂല. അതിലേക്ക് പോകരുതെന്ന് ചിലര് പറയും. അതിപ്പോ നമ്മുടെ മക്കളല്ലേ, അതിപ്പോ പുതിയ തലമുറയല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ, ഒന്നും പറയണ്ട. അള്ളാന്റെ മുന്നിൽ ആന്ന് പോയി പറയുന്നത് കാര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതെല്ലാം വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്.
വളർന്നു വരുന്ന തലമുറ വളരെയധികം ശ്രദ്ധയോടുകൂടി അതൊക്കെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ലിയുദില്ലാൻ സബീലില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പറയാൻ. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സമയം അത് വളരെ കൃത്യം.